ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനിവിടെ സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ നല്ലൊരു കോളിഫ്ലവറും പൊട്ടാറ്റോയും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഒന്ന് ഇഷ്ടമാവുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനും കമൻറ്റ് തരാനും ഒന്നും മറക്കരുത് കേട്ടോ. കുറേ കൂട്ടുകാർ വന്നിട്ട് നമ്മളെ വീഡിയോസ് കണ്ടു പോകുന്നുള്ളൂ, ലൈക്കൊന്നും തരുന്നില്ല. അപ്പോൾ കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യുകയെങ്കിലാണ് നമ്മളെ ചാനൽ മുന്നോട്ട് ഒന്ന് വളർന്നു വരുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും കൂടി തരിക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ കോളിഫ്ലവർ ഒന്ന് അരിഞ്ഞിട്ട് ഞാൻ മഞ്ഞൾ ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് രണ്ട് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടി ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളത്തേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്താ വെച്ചാൽ ഞാൻ ഓരോ ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ വീഡിയോസിൽ ഞാൻ കാണിക്കുന്നത്. വീഡിയോസിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ സാധനം ഉണ്ടാക്കണമല്ലോ അങ്ങനെയൊന്നും വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതല്ല. എന്താണ് ഓരോ ദിവസം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ഞാൻ വീഡിയോസിലും ഞാൻ കാട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് തക്കാളിയും കൂടി അരിയാം കേട്ടോ. പിന്നെ ഇഞ്ചിയാണ് വേണ്ടിയത്, വെളുത്തുള്ളിയാണ് വേണ്ടിയത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരു 3-4 മാസം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ 2 മാസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അതിന് ശേഷം പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കെല്ലായതുകൊണ്ട്. പിന്നെ ഇപ്പോഴാണ് നമ്മൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകിയിട്ട് അരിപ്പയിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒരു പാത്രത്തേക്ക് ഞാൻ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ബ്ലോഗായിരുന്നു അധികം ഇട്ട് തുടങ്ങിയത്. പിന്നെ ഞാൻ എന്താ പറയുക ബ്ലോഗ് എടുക്കണമെന്ന് വെച്ചെങ്കിലും അതിനുള്ള എല്ലാ സാധനങ്ങളും വേണമായിരുന്നു. അതിൻ്റെ കയ്യിലിടില്ലായിരുന്നു. ഞാൻ ഒരു ഷൂട്ടിംഗ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് അങ്ങനെ പൊട്ടിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്താ പറയുക കുക്കിംഗ് റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഞാൻ പുതിയൊരു സ്റ്റാൻഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്ലോഗും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക, അപ്പോൾ തന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ തരാം, നല്ലതാണ് നമ്മളെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കോളിഫ്ലവറും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ലോണം ഫ്രൈ ആക്കിയിട്ടൊന്ന് നമുക്കിനി ഒന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക ഇന്നത്തെ വീഡിയോക്ക് ഇങ്ങനെ ഉണ്ടാക്കണോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. നമ്മളെ കയ്യിൽ എന്താണുള്ളത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത്. എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ എന്താണ് കഴിക്കുന്നത് എന്താണ് ഉണ്ടാക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ആക്കിയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എണ്ണയിലേക്ക് ഞാൻ പൊട്ടാറ്റോയും കൂടി ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അരിഞ്ഞ ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് ഇതായി വരട്ടെ, നല്ലോണം ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചും വെളുത്തുള്ളിയും ഞാനിവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയിലേക്ക് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഇതൊന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ കറിയിലേക്ക് തക്കാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഉപ്പും കൂടി ഞാൻ ഇട്ടിട്ട് ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാവരും അധികം ചപ്പാത്തിയൊക്കെ കേട്ടോ കഴിക്കുക. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കറികൾ ഞാൻ വെച്ച് കാണിക്കുന്നത്. എന്താ വെച്ചാൽ ചപ്പാത്തിയും കറിയാണ് അധികം കഴിക്കുന്നത് വീട്ടിൽ, ഹസ്ബൻഡും എല്ലാവരും അങ്ങനെയാണ് കഴിക്കുക. അപ്പോൾ പിന്നെ അതിനനുസരിച്ചുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുക കേട്ടോ വീട്ടിലെല്ലാം. അപ്പോൾ ഇതാ
നമ്മളെ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ ഒന്ന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ മസാല ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് കോളിഫ്ലവറും പൊട്ടാറ്റോയും ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആഴ്ചയിൽ 2 ബ്ലോഗ്സ് എല്ലാം ഇടുന്നുണ്ട്. ബ്ലോഗ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോക്ക് തരുന്ന സപ്പോർട്ട് ബ്ലോഗ് ഇടുമ്പോഴും തരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കറിയാട്ടോ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ എല്ലാം നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇതിലേക്ക് കൊത്തമ്പീറും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലില്ലായിരുന്നു, അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ട് ഞാൻ ഇനി മൂടി വെച്ചിട്ട് ഞാൻ ഗ്യാസ് ഒന്ന് സ്ലോ ആക്കിയിട്ട് ഞാനൊന്ന് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കോളിഫ്ലവറും എല്ലാം അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കറി ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റും കൂടി തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല ഒരു റെസിപ്പി ആയിട്ടോ ബ്ലോഗ്സ് ആയിട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ പറയുക, ചപ്പാത്തിൻ്റെ കൂടെ അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഇതാ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.